സുപ്രഭാതം, ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ. വീണ്ടും ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മാമാങ്കം അല്ല ലോക ഫുട്ബോളിൻ്റെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ അവസാനത്തെ ക്വാർട്ടർ ഫൈനലിലെ അവസാനത്തെ 2 കളികളും ഇന്ന് രാവിലെ കഴിഞ്ഞു. ആദ്യം നടന്ന കളി ഇംഗ്ലണ്ടും നോർവേയും തമ്മിലായിരുന്നു. ഇംഗ്ലണ്ട് 1-നെതിരെ 2 ഗോളിന് നോർവേനെ തോൽപ്പിച്ചു. കളിയിൽ ഉടനീളം എല്ലാ രീതിയിലും ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഇംഗ്ലണ്ട് തന്നെയായിരുന്നു മുൻപന്തിയിലിരുന്നത്. ബെല്ലിംഗ്ഹാമിൻ്റെ 2 ഗോളുകൾ ഫസ്റ്റ് ഹാഫിലെ ഇഞ്ചുറി ടൈമിൽ 47-ാം മിനിറ്റിൽ, പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലെ ഇഞ്ചുറി ടൈമിൽ രണ്ടാമത്തെ ഗോള്. ഞാൻ 2 ഗോൾ അടിച്ച് ഇംഗ്ലണ്ട് ജയിച്ചു. ആദ്യം ഗോളടിച്ചത് നോർവേയാണ്. 36-ാമത്തെ മിനിറ്റിൽ ഗോളടിച്ചു. അതിനുശേഷം അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ബോൾ പൊസിഷനും എല്ലാം പാസസ് ആക്രസി ആണെങ്കിലും എല്ലാത്തിലും ഇംഗ്ലണ്ട് തന്നെ മുൻപിൽ. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളിക്കിടയിൽ ബോള് ഒരു വയറേക്ക് ഉണ്ടായിരുന്നു. ഈ ക്യാമറ വെച്ചേക്കുന്ന വയറുണ്ടല്ലോ ഗ്രൗണ്ടിൻ്റെ മേലിൽ. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ആ കളിക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഏതെങ്കിലും ടീമിലുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. റിവ്യൂ ഒക്കെ ചോദിച്ചായിരുന്നു. പക്ഷേ പുതിയ ടെക്നോളജി അനുസരിച്ചിട്ട് വലിയ കാര്യമായിട്ട് ഒന്നും ഉണ്ടായില്ല. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് അത് എതിർ ടീമിന് അഡ്വാൻറ്റേജ് ആയിട്ട് വന്നതായിട്ട് നമുക്ക് തോന്നിയില്ല. ഗോൾ കിക്ക് പഠിച്ച് അത് നമ്മുടെ ഇംഗ്ലണ്ട് കളിക്കാരനെ തന്നെ കൂളായിട്ട് കിട്ടി. അദ്ദേഹം കൊണ്ടുപോയിട്ട് അത് ഗോൾ അടിക്കുകയും ചെയ്തു. അതിൽ ബെൽജിയത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടതായിട്ട് എനിക്ക് കണ്ടില്ല. പക്ഷെ അതൊരു കോൺട്രവേഴ്സി ആയിട്ട് അത് റിവ്യൂ ചെയ്ത് ആ കളി ക്യാൻസൽ ചെയ്ത് വീണ്ടും കളിക്കണമെന്നൊക്കെ പറഞ്ഞ് ഫിഫയുടെ കുറേ കണക്കുണ്ട്. എനിക്കറിയില്ല. എൻ്റെ കളിയിൽ എൻ്റെ അറിവനുസരിച്ചിട്ട് 2-1 ഇംഗ്ലണ്ട് ജയിച്ചതായിട്ടാണ് ഫിഫയുടെ പ്രഖ്യാപനം. ഇനി അത് റിവ്യൂ എടുത്തിട്ട് രണ്ടാമത് കളിപ്പിക്കുമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഈ വേൾഡ് കപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തും സംഭവിക്കാം. ഒരു വേൾഡ് കപ്പ് ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു കായിക ഉത്സവം നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ട്രംപൊക്കെ നേരിട്ടിറങ്ങി റെഡ് കാർഡൊക്കെ ക്യാൻസൽ ചെയ്യണം നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ മറ്റ് പല ടീമുകൾക്കും അവരുടെ പരാതിയോ റിവ്യൂയോ അംഗീകരിക്കാതെ പല ടീമിനും ഫേവറേറ്റായിട്ട് ഡിസിഷൻ എടുക്കണതൊക്കെ നമ്മൾ കണ്ടതുകൊണ്ട് ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഇംഗ്ലണ്ട് ആധികാരികമായി നോർവേനെ തോൽപ്പിച്ചു. ആളുണ്ടൊക്കെ നിറം മങ്ങിയിട്ടുള്ള ഒരു കളിയാണ് ഞാൻ കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലണ്ട് ടീമിൽ നിലവിൽ ഏറ്റവും ബെസ്റ്റ് കളിക്കാരൻ ഇപ്പോൾ ഉള്ളത് ബെല്ലിംഗ്ഹാം തന്നെയാണ്. കൂടുതൽ ഗോൾ അടിക്കുന്നത് അവരുടെ ക്യാപ്റ്റനായ കെയ്ൻ തന്നെയാണ്. കെയ്ൻ സ്ട്രൈക്കറാണ്. കെയ്ൻ അദ്ദേഹത്തിൻ്റെ പണിയെടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു നായകൻ എന്ന നിലയിൽ പുള്ളിയുടെ പണി അദ്ദേഹം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കളി അർജൻറ്റീന സ്വിറ്റ്സർലൻഡായിരുന്നു. കളിയുടെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ 3-1 അർജൻറ്റീന ജയിച്ചു. കാണുമ്പോഴത്തേക്കും വളരെ ആധികാരികമായിട്ട് ജയിച്ചതായിട്ട് ആ റിസൾട്ട് കാണുമ്പോൾ തോന്നും, കളി കാണാത്തവർ. ഇന്ന് രാവിലെ 7:00 കളി. പക്ഷേ അതുപോലെ ആയിരുന്നില്ല. ആദ്യത്തെ ഒരു അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിൻ്റെ കയ്യിലായിരുന്നു കളിയുടെ മുഴുവൻ നിയന്ത്രണം. അതാണ് സത്യം. കളിയിൽ ആദ്യത്തെ ഗോളടിച്ചത് അലിസ്റ്ററാണ്. 10-ാം മിനിറ്റിൽ നല്ലൊരു ഗോളായിരുന്നു. അതിനുശേഷം ഹാഫ് ടൈമിന് ശേഷം നോഡോയെ 67-ാം മിനിറ്റിൽ സ്വിറ്റ്സർലാൻഡിൻ്റെ ഗോളടിച്ച് 1-1 സമനിലയായിരുന്നു. മുഴുവൻ സമയവും സമനില തന്നെയായിരുന്നു.
90 മിനിറ്റും സമനിലയായി. ഓട്ടോമാറ്റിക്കായിട്ട് അത് എക്സ്ട്രാ ടൈമിലോട്ട് പോയി. പക്ഷേ ഇടയ്ക്കൊരു പ്രശ്നമുണ്ടായി. 72-ാം മിനിറ്റിൽ അവരുടെ ഏറ്റവും നല്ലൊരു കളിക്കാരനാണ് സ്വിറ്റ്സർലാൻഡിൻ്റെ എംബോലോന് ഈ കളിയിൽ ഒരു ഫൗള് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഫൗളും ഒരു യെല്ലോ കാർഡ് കിട്ടാവുന്ന ഒരു ഫൗളൊന്നും ആയിരുന്നില്ല. ഓക്കെ, യെല്ലോ കാർഡ് കിട്ടി, കുഴപ്പമൊന്നുമില്ല. സെമി ഫൈനലിലോട്ട് പോകുമ്പോൾ ഇതുവരെ കിട്ടിയേക്കുന്ന ഫൗളൊന്നും എഫക്റ്റ് ആകാത്ത കാരണം ആരും അത് കാര്യമായിട്ട് എടുത്തില്ല. 72-ാമത്തെ മിനിറ്റിൽ പുള്ളി ബോളും കൊണ്ട് പോകുമ്പോഴത്തേക്കും സൈഡ് ലൈനിൻ്റെ അടുത്ത് വെച്ചിട്ട് പുള്ളി ആരും ഫൗളൊന്നും ചെയ്തതല്ല, പുള്ളി കാലറി അല്ലെങ്കിൽ ട്വിസ്റ്റായിട്ട് എന്തോ പുള്ളി ഇൻബാലൻസ് ആയിട്ട് വീണു. ആ വീഴ്ച കണ്ട് ഗോളി ഉടനെ റഫറി ഫൗള് വിളിച്ചു. അത് ശരിക്കും ഫൗളാണെന്ന് എനിക്ക് തോന്നണില്ല. അർജൻറ്റീനയുടെ കളിക്കാരനോ ഏതെങ്കിലും കളിക്കാരനോ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കാര്യമായിട്ടൊന്നും മുട്ടിയിട്ടൊന്നുമില്ല, ഫൗള് ചെയ്തിട്ടുമില്ല. പുള്ളി കാലിടറി വീണു, അല്ലെങ്കിൽ ആ ബോൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമല്ലേ, അതിൻ്റെ ഇതിൽ ബാലൻസ് തെറ്റി താഴെ പോയി. അത് കണ്ട റെഫറി ഉടനെ ഫൗള് വിളിച്ച് പോരാത്തതിന് അർജൻറ്റീനയുടെ താരത്തിന് യെല്ലോ കാർഡും കൊടുത്തു. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ആരും ഒട്ട് അപ്പീലും ചെയ്തില്ല. ഇയാൾ വീണു എന്നുള്ളത് സത്യം തന്നെയാണ്. നാച്ചുറലായിട്ട് അർജൻറ്റീന താരങ്ങൾ അതിനെതിരെ അപ്പീൽ കൊടുക്കും, റിവ്യൂ എടുക്കാൻ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുക. ആരുടെ മേത്ത് മുട്ടാതെ ഒരാൾ തലയും കുത്തി വീണെന്നും പറഞ്ഞ് ഒരു ഫൗള് കൊടുത്തു കഴിഞ്ഞാൽ ആരും ഒന്നും പറയില്ലായിരുന്നു. പക്ഷേ ഒരു മഞ്ഞക്കാട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സമ്മതിക്കും. റിവ്യൂ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാളുടെ മേത്തൊന്നും തൊട്ടാതെ താഴെ വീണാണെന്ന് മനസ്സിലായി. പക്ഷേ റെഫറി അത് വേറൊരു രീതിയിൽ കണ്ടു. പുള്ളി മനഃപൂർവ്വം ജമ്പ് ചെയ്താണെന്ന് എനിക്കറിയില്ല. ആ വീഴ്ച കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ കരുതി കൂട്ടി വീഴാൻ വേണ്ടി, ഫൗള് കിട്ടാൻ വേണ്ടി ചെയ്തതായിട്ട് എനിക്ക് തോന്നണില്ല. എംബോളോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കളിക്കാരനൊന്നും അല്ല. സ്വിറ്റ്സർലാൻഡിൻ്റെ വൺ ഓഫ് ദ മെയിൻ കളിക്കാരനാണ്. അയാൾക്ക് ഫൗള് കൊടുത്തു. നാച്ചുറലി അത് രണ്ടാമത്തെ യെല്ലോ കാർഡായി. അങ്ങനെ 2 യെല്ലോ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ റെഡ് കാർഡാവും. അയാളെ പുറത്ത് വിട്ടു. അയാൾ കരഞ്ഞുകൊണ്ട് പുറത്തു പോയി. ഈ അർജൻറ്റീനയുടെ കളിയിൽ മാത്രം ഇതുപോലെ ഈ പ്രശ്നങ്ങളോട് പ്രശ്നമാണ്. കോൺട്രവേഴ്സികൾ സംസ്ഥാന സമ്മേളനമായിട്ട് മാറിയിരിക്കണം. അർജൻറ്റീന ഏത് ടീമിനെതിരെ കളിച്ചു കഴിഞ്ഞാലും എതിർ ടീമിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണ് വന്നേക്കണം. അതുകൊണ്ട് നാണക്കേട് മുഴുവനും മെസ്സിക്കും അർജൻറ്റീനക്കുമാണ്. പക്ഷെ ചെയ്യണ തെറ്റ് മുഴുവനും റെഫറിയാണ്. എനിക്കൊരിക്കലും തോന്നണില്ല ഇവരൊക്കെ കൂടി റെഫറിക്ക് പൈസ കൊടുത്തെന്നോ, അല്ലെങ്കിൽ ഫിഫ ട്രംപിനെ പേടിക്കണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഫിഫ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇവരെ കൊണ്ട് അർജൻറ്റീനക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കൺട്രിക്കെതിരെ ഫേവറേഴ്സും കാണിക്കണമെന്നൊന്നും തോന്നണില്ല. പക്ഷേ അവർ ചെയ്യുന്ന ഇതുപോലെയുള്ള മൈനർ എറേഴ്സ് ഈ ടൂർണമെൻറ്റിൽ നടന്നോളം തുടരുമ്പോൾ അതിൽ അർജൻറ്റീനനെ ഫേവർ ചെയ്യണ പോലെ കാണുന്ന എല്ലാവർക്കും തോന്നും. അത് തന്നെ ഇന്നും തോന്നിയത്. അവസാനം 72-ാം മിനിറ്റിൽ എംബോളോനെ പുറത്താക്കി 10 പേരെ കൊണ്ടാണ് പിന്നീടുള്ള ബാക്കി മുഴുവൻ കളിയെ അവർ കളിക്കണം. അതായത് ബാക്കിയുള്ള 18 മിനിറ്റ്, പിന്നെ എക്സ്ട്രാ ടൈമിൽ 30 മിനിറ്റ് 10 പേരെ വെച്ച് കളിച്ച് കേപ്പ് വെർദേൻ്റെ അടുത്ത് അതുപോലെ തന്നെ ഈജിപ്തിൻ്റെ അടുത്തും അർജൻറ്റീന വിറച്ചതുപോലെ തന്നെ നല്ല രീതിയിൽ വിറച്ച് തന്നെയാണ് അർജൻറ്റീന ജയിച്ചത്. 112-ാമത്തെ മിനിറ്റിൽ അൽവാരസിനെ ഇറക്കി. അൽവാരസ് സൂപ്പറായിട്ടുള്ളൊരു ഗോൾ അടിച്ചു. അതിനുശേഷം എക്സ്ട്രാ ടൈമിൻ്റെ ഇഞ്ചുറി ടൈമിൽ 121-ാമത്തെ മിനിറ്റിൽ മാർട്ടിനസ് ഒരു ഗോളും കൂടി അടിച്ച് 3-1 അങ്ങനെയാണ് ജയിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന അൽവാരസിൻ്റെ കളിയോ അല്ലെ മാർട്ടിനസിൻ്റെ ഗോൾ ശരിക്കും പറഞ്ഞാൽ അത് മെസ്സിക്ക് കിട്ടിയാനേ പാസ് ചെയ്തിരുന്നെങ്കിൽ. പക്ഷേ അൽവാരസ് അത് ഗോൾ കീപ്പറിൻ്റെ അടുത്ത് അടിച്ച് ഗോൾ കീപ്പറിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വന്ന ബോള് മാർട്ടിനസ് അടിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ സൈഡിൽ മെസ്സി ഉണ്ടായിരുന്നു, അദ്ദേഹം പാസ് ചെയ്തിരുന്നെങ്കിൽ മെസ്സിക്ക്
9ാമത്തെ ഗോളാണ്, എന്തും ആയിക്കോട്ടെ. പക്ഷെ അവരിങ്ങനെയൊക്കെ കളിച്ച് ജയിച്ചിട്ടും ഈ റെഫറിയുടെ ഇതുപോലെയുള്ള തീരുമാനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു മഹാനായ ഒരു കളിക്കാരനാണ് ശരിക്കും പറഞ്ഞാൽ. മെസ്സിയൊക്കെ നല്ല കളിക്കാരൻ തന്നെ. ആ കളിക്കാരനും അർജൻറ്റീനയ്ക്കുമൊക്കെ നാണക്കേടുണ്ടാകുന്ന രീതിയിലോട്ടാണ് ഇത് പോകുന്നത്. ഈ ടൂർണമെൻറ്റ് ഉടനീളം മുഴുവനും പ്രശ്നങ്ങളാണ്. നല്ല നല്ല റെഫറിമാരെ അമേരിക്കയിൽ കളിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുക, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ജനങ്ങൾ കളി കാണാൻ വരാനായിട്ട് സമ്മതിക്കാണ്ടിരിക്കുക, വിസ കൊടുക്കാണ്ടിരിക്കുക, കളിക്കാരൊക്കെ പോലും വിസ കിട്ടാതിരിക്കുക, അവരുടെ ഒഫീഷ്യൽസിന് വരാൻ പറ്റാതിരിക്കുക. ഇറാൻ പോലെയുള്ള കൺട്രിക്ക് കളിക്ക് തൊട്ട് മുമ്പ് വന്ന് ലാൻഡ് ചെയ്യണം, കളിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ തിരിച്ചു പോകണം. എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. ഈ ഫിഫയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുണൈറ്റ് ദ വേൾഡ് വിത്ത് ഫുട്ബോൾ എന്നാണ്. അതായത് ലോകത്തിൻ്റെ സമാധാനത്തിന് എല്ലാവരും ഈ ഫുട്ബോൾ എന്ന് പറയുന്ന ഗെയിമിൻ്റെ കെയർ ഓഫിൽ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒന്നാമത്തെ തന്നെ അമേരിക്കയിലൊക്കെ കൊണ്ടുപോയിട്ട് ഇമാതിരി കളിയൊക്കെ, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള ഒരു ഭ്രാന്തൻ അവിടെ ഇരിക്കുമ്പോൾ അവിടെ കളി വെച്ചത് തന്നെ തെറ്റാണ്. പിന്നെ അയാൾ പറയുന്ന കാര്യങ്ങൾ അയാൾ പറയുന്നതനുസരിച്ചിട്ട് റെഡ് കാർഡൊക്കെ ക്യാൻസൽ ചെയ്ത് കൊടുക്കുക. സത്യം പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലെയും നേതാക്കന്മാർ ഇറക്കണ പോലെ, അല്ലെങ്കിൽ അയാളെ കാണുമ്പോഴത്തേക്ക് മുട്ടുകുത്തണ പോലെ ഫിഫയുടെ പ്രസിഡന്റ് വരെ അയാളുടെ മുന്നിൽ കീഴടങ്ങി എന്നതുപോലെയാണ് കാണുന്നത്. അതിൻ്റെ കൂടെ ഈ റഫറിമാരുടെ വിവാദപരമായിട്ടുള്ള ഡിസിഷൻസ്, അത് ചില ടീമിൻ്റെ, പ്രത്യേകിച്ച് അർജൻറ്റീന ടീമിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ ടീമിൻ്റെ എന്ത് റിവ്യൂ വന്നു കഴിഞ്ഞാലും അത് അംഗീകരിക്കും. ഏഷ്യൻ കൺട്രീസോ ആഫ്രിക്കൻ കൺട്രീസോ ഒക്കെ എന്തെങ്കിലും ഒരു റിവ്യൂ ചോദിച്ചാൽ കൊടുക്കില്ല. ഒരു ഇൻകൺസിസ്റ്റൻസി, ഡിസിഷൻസൊക്കെ കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇപ്പോൾ ഏത് ടീമാണെങ്കിലും, അവിടെ കളിക്കണ ക്യാബ് വെർഡെ പോലെയുള്ള ടീമാണെങ്കിലും അർജൻറ്റീന ആയാലും ഏത് ടീമായാലും എല്ലാ ടീമിനും ഒരേ റൈറ്റാണ് വേണ്ടത്. അപ്പോൾ ഒരാൾക്ക് റിവ്യൂ അനുവദിച്ചാൽ എല്ലാവർക്കും റിവ്യൂ അനുവദിക്കണം. അല്ലാണ്ട് ചിലർക്ക് മാത്രം ചോദിക്കുമ്പോൾ തന്നെ റിവ്യൂ കൊടുക്കുക, ഗോൾ അടിച്ചത് ക്യാൻസലാക്കുക, റെഡ് കാർഡ് കൊടുക്കുക, ഇതൊക്കെ പോക്കൃതരാണ്. ആ കളിയുടെ ഫുട്ബോൾ എന്നുള്ള ഒരു ഗെയിം, അതിനോടുള്ള ജനങ്ങളുടെ ഇഷ്ടം അത് വെറുപ്പായിട്ട് മാറുക. അവിടെ എന്താ സംഭവിക്കണം, പല കൺട്രികളും തമ്മിൽ അവരുടെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അർജൻറ്റീനയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, മെസ്സിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും മറ്റുള്ള ടീമിനെ ഇഷ്ടപ്പെടുന്നവരും മറ്റുള്ള കളിക്കാരെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഒരു എനിമിറ്റി അല്ലെങ്കിൽ ശത്രുത ഇതിൻ്റെ അകത്തോടി വരും. പരസ്പരം ചെളിവാരത്തേക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മൊത്തം ഈ റഫറിമാർ ചെയ്തേക്കണ പോക്കൃത്തരത്തിനും ഫിഫ അതിനെ സപ്പോർട്ട് ചെയ്തതിനെ കുറിച്ചും മാത്രം കാണാനുള്ളൂ. ഒരു വേൾഡ് കപ്പിലും, ഇതുവരെ നടന്ന ഒരു വേൾഡ് കപ്പിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത്ര രൂക്ഷമായിട്ട് വന്നേക്കുന്നത് ഭയങ്കര കഷ്ടമാണ്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി പിന്നെ പറയാം. ഏതായാലും സെമി ഫൈനൽ തീരുമാനമായി. സ്പെയിനും ഫ്രാൻസും തമ്മിലും, പിന്നെ അർജൻറ്റീന ഇംഗ്ലണ്ടും. ഇമാതിരി ഒരു കളിയും വെച്ചിട്ട് അർജൻറ്റീനക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കാനും പറ്റത്തില്ല, സ്പെയിന് ഫ്രാൻസിനെയും തോൽപ്പിക്കാൻ പറ്റില്ല. ബാക്കി കളി കഴിഞ്ഞിട്ട്, സെമി ഫൈനൽ കഴിഞ്ഞിട്ട് കാണാം.